നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗണേഷ് കുമാറിന് നേരെയുള്ള പരസ്യ വെല്ലുവിളികൾ അത്ര നല്ലതിനല്ല. ഒരു പൊടിക്ക് ഒതുങ്ങുന്നതാണ് നല്ലത്. ഗണേഷിന് ജനകീയ മന്ത്രി എന്ന പരിവേഷമുണ്ട്. ഗണേഷിനോട് കലിയിളകി നിൽക്കുന്ന ആന്റണി രാജുവിനെ തടഞ്ഞ് CPM. ഗതാഗത മന്ത്രിക്കെതിരെ പരസ്യ പ്രസ്താവനകൾ അരുതെന്ന് മുൻ മന്ത്രിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ആന്റണി രാജുവിനോട് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഗണേഷിന്റെ ഇടപെടലുകളിൽ ആന്റണി രാജുവിനുണ്ടായ വേദന തിരിച്ചറിയുന്നുണ്ടെന്നും CPM പറയുന്നു. ഈ സാഹചര്യത്തിൽ വിവാദങ്ങളിൽ തൽക്കാലം ആന്റണി രാജു പ്രതികരിക്കില്ല. CPMനെ ഒന്നാകെ വട്ടം ചുറ്റിക്കുകയാണ് പുതിയ മന്ത്രി. ഇലക്ട്രിക് ബസ് വിവാദം മുറുകുമ്പോഴും KSRTCയിലെ പരിഷ്കരണങ്ങളുമായി മുന്നോട്ടു പോകുമെന്നുറച്ച് ഗണേഷ് കുമാർ. കോർപ്പറേഷനെ ലാഭത്തിലാക്കി ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം നൽകുന്നതിനായാണ് മുൻഗണന നൽകുന്നതെന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. എന്നാൽ ഇലക്ട്രിക് ബസ് വേണമെന്ന നിലപാടിലാണ് CPM. അത് പാർട്ടി നേരിട്ട് പറയുകയും ചെയ്തു. അടുത്ത ഇടത് യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകും. ആന്റണി രാജു തന്നെ വിഷയം ഉയർത്തും. അതിനുശേഷം മുന്നണി പൊതു തീരുമാനമെടുക്കും. ഇവിടെ മന്ത്രി ഗണേഷിനും അഭിപ്രായം പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി മനസ്സറിഞ്ഞാണ് CPM ഇലക്ട്രിക് ബസ് വിഷയത്തിൽ നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ 10 രൂപ ബസ്സിൽ ഇടതു മുന്നണി ഉറച്ചു നിൽക്കുമെന്നും ഉറപ്പാണ്. തിരുവനന്തപുരത്ത് സിറ്റി സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ VK പ്രശാന്ത് MLA രംഗത്ത് വന്നിരുന്നു. പ്രശാന്താണ് CPMൽ നിന്ന് ആദ്യ വെടി പൊട്ടിച്ചത്. ഇലക്ട്രിക് ബസ് സർവീസ് സർക്കാരിന്റെ നയ തീരുമാനമാണെന്നും KSRTCക്ക് അതിൽ ബാധ്യതയില്ലെന്നുമായിരുന്നു പ്രശാന്തിന്റെ പ്രതികരണം. ഇടതു യോഗത്തിൽ ഇതുതന്നെയാകും CPMന്റെയും നിലപാട്. ഇലക്ട്രിക് ബസ് സർവീസിനെ ആശ്രയിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവ നിലനിർത്താനുള്ള നടപടിയാണ് വേണ്ടത്. നഗര മലിനീകരണം കുറയ്ക്കുന്ന ഇലക്ട്രിക് ബസ്സുകൾ ഒഴിവാക്കുക എന്നത് ഇടതുമുന്നണിയുടെ നയമല്ല എന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു. പ്രശാന്തിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ജനത്തിനാശ്വാസമെങ്കിൽ ഇലക്ട്രിക് ബസ് തുടരുമെന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി. മന്ത്രി മാത്രമല്ലല്ലോ, മന്ത്രിസഭയല്ലേ കാര്യം നടത്തുന്നതെന്നും ഗോവിന്ദൻ ചോദിച്ചത്. മുഖ്യമന്ത്രിയോട് അനുമതി വാങ്ങിയാണ് ഈ നിലപാട് CPM സെക്രട്ടറി പ്രഖ്യാപിച്ചതെന്നും സൂചനയുണ്ട്. അതേസമയം ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച് KSRTC മാനേജിംഗ് ഡയറക്ടറോട് മന്ത്രി വിശദമായ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഓരോ ബസിന്റെയും വരുമാനം, റൂട്ട് വിവരങ്ങൾ ഉൾപ്പെടെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ഓർഡിനറി സർവീസ് നടത്തുന്ന ഡീസൽ ബസ്സുകൾ പിൻവലിച്ചാണ് ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കിയത്. ഒരു ഇലക്ട്രിക് ബസിന്റെ വിലയ്ക്ക് കൂടുതൽ ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം. ഇവയാകട്ടെ KSRTC സ്വിഫ്റ്റിന് വേണ്ടിയാണ് സർവീസ് നടത്തുന്നത്. വൻ തുകയ്ക്ക് വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ ഓടിക്കുന്നത് കോർപ്പറേഷന് വൻ ബാധ്യതയാണെന്ന യാഥാർത്ഥ്യമാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയത്.